ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മാസ് ബ്ലോഗിലേക്ക് സുഹൃത്തുക്കളെ സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഇവനെന്താണ് വേറോടൊപ്പം നിൽക്കുന്നത്? ഗൈസ് എൻ്റെ ഏട്ടനാണ് റാഷിദ്. അപ്പോൾ റാഷിദ് നിൽക്കുകയാണെന്ന് ലവ് മാരേജ് ആണ്. അപ്പോൾ കുർത്തിയിലിട്ട് മാലയിലിട്ട് ചേക്കൻ അടിപൊളി ഫുൾ സെറ്റായി പവർ പാക്കാക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ്. ഫോർട്ടോണിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ ഗ്യാങ്ങും ടീമൊക്കെ ആയിട്ട് ടീമിൽ ഫുൾ വൈബ്രൻ്റ് ആണ്. അവരുണ്ട് ഏകദേശം 25-30 മിനിറ്റ് രാത്രി. റാഷിൻ്റെ കൂട്ടുകാരന്മാരാണ് ഇതെല്ലാവരും. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലവ് മാരേജ് ആണ്. നിൽക്കാൻ വേണ്ടി ഇപ്പോൾ സ്റ്റേജിൽ കയറാണ്. ആ രംഗങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ പകർത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും എടുക്കാൻ. അപ്പോൾ അണ്ടിപ്പരും മുന്തിരും പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞാൽ വൈബ് ടീം എന്ന് പറയുന്നത്. റാഷിൻ്റെ ഫുൾ ചങ്ക് കൂട്ടുകാരന്മാർ. അതെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ വിശന്ന് പണ്ടാറടങ്ങി. ഞാൻ ആദ്യം ഫുഡ് കൗണ്ടറിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ആദ്യം ഐസ്ക്രീം ജസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ ആ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ. ഫുൾ തിരക്കായിരുന്നു. അധിക സാഹസത്തിന് ശേഷം ഐസ്ക്രീം മേടിച്ചിട്ടാണ് തിന്നാമെന്നതാണ്. ഫുള്ളായതുകൊണ്ട് നമ്മൾ തിന്നാന്നില്ല. ഇത് സബ്വാൻ എൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ മോൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പോൾ ഓൻ്റെ ബുദ്ധിയിൽ വെച്ച് ആദ്യം ഐസ്ക്രീം തിന്നാൽ മതി. അപ്പോൾ തിരക്ക് പറയുന്നത് നമുക്ക് സാധനം തീർന്നിട്ട് തല അടിച്ചു കൊള്ളില്ല. ഇതാ തിരക്ക് ഐസ്ക്രീം തിന്നിട്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് നോക്കി നോക്കാം. ഗൈസ് കുറേ നേരമായി ഫുഡ് കഴിക്കാൻ കാത്തിക്കുന്നു. ഇതേണ്ട ഫുള്ള് തിരക്കാണ്. ഓരോ ടേബിളിന് മുമ്പ് ഇപ്പോൾ ആടുന്ന് മാറാൻ പറഞ്ഞ അവസാനത്തായി ഒരു ടേബിളിൻ്റെ എത്തിയിട്ടുണ്ട്. ഇതാ ഫുള്ള് തിരക്കാ. ഇത് കൂടി കിട്ടുമില്ല നോക്കിയാൽ തോന്നുന്നു. ഇപ്പോഴാണെന്ന് തിന്നാൻ സീറ്റെല്ലാം കിട്ടിയില്ലേ. കൈയെല്ലാം കാണിക്കുന്നേ പള്ള കാഞ്ഞിട്ടിരിക്കുന്നില്ല. കരിഞ്ഞ മണം വരാൻ തുടങ്ങി. എന്താ എനിക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമുക്കൊന്നും പറയാനില്ല. ഷാനിദുണ്ട്, മറ്റേ ഇവരുണ്ട്, സഫ്വാനുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിക്കാണ്. തീറ്റ തുടങ്ങിയിട്ടുണ്ട്. മുഖം കാണിക്കണം. ചിക്കൻ 65 ഉണ്ട്. ഗൈസ് നല്ല ഇളക്കിട്ട ബിരിയാണി ഉണ്ട്, അൽസയുണ്ട്, നല്ല പൊറാട്ട ഉണ്ട്, പിന്നെ നല്ല വരട്ടി ബീഫ് ഉണ്ട്, നെയ്യപ്പുണ്ട്, എല്ലാം നെയ്പ്പത്തിരി എന്താ പേര് മാറിപ്പോയി. അപ്പോൾ ഞാൻ പൊറാട്ടയും പിന്നെ നല്ല അടിപൊളി നല്ല ബീഫും കറിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ എള്ളിട്ട ചിക്കൻ 65 വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൂസിൻ കുറേ ചോറൊക്കെ ഇടുന്നുണ്ട്. ഈ ഓവറിട്ടിട്ട് അവസാനം കളഞ്ഞക്കണ്ടിൻ്റെ പൊതിയലായിക്കോട്ടാ. ചമ്പിൽ എങ്ങനെയുണ്ട്? അഭിപ്രായം പറയാ ഗൈസ്. അപ്പൊ എന്തായാലും തിന്നിട്ട് വരാം. ഫുഡ് സൂപ്പർ തന്നെയാണ്. എങ്ങനെ ടോസിനാ? ക്രിസ്പില്ലേ? തിന്നാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന്. ഓക്കെ, കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഇപ്പോൾ സീറ്റ് കിട്ടിയത്. നല്ല തിരക്കുണ്ട്. വലിയ ഫംഗ്ഷനായിട്ട് വെച്ചൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ആളുണ്ട്. സ്വല്പം മന്തിയാവാം. കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞത്. അപ്പം കഴിച്ചോട്ടെ. വർഷം ഡ്രസ് എടുത്തു. സാറ് കൂട്ടി ഫ്രൈ തീർന്നിട്ട് ചെക്കിന് സങ്കടം ഇവൻ കൊണ്ട് കേട്ടാ. സംഭവം ഇത്രയും വൈകിയതുകൊണ്ട് എല്ലാം തീർന്നു തുടങ്ങി. അതാ സംഭവം. ഏത് ചാനൽ വരാം? മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗ്. മന്തി അടിപൊളിയാ അല്ലേ? മന്തി അടിപൊളിയല്ലേ? ഉപ്പില്ല. ഇവന് കുറെ ചോറെടുത്തേനി. വീഡിയോ എടുക്കുന്നതിന്റെ ആവേശത്തിലെടുത്തതാ. ഇത് മൊത്തം തിന്നിക്കില്ലേ കാണിച്ചു കൊടുക്കാം. കുറച്ച് നെയ്ച്ചോർ ടേസ്റ്റ് ചെയ്യാണ്. നെയ്ച്ചോറിലെ ബിരിയാണി, ബീഫ് ബിരിയാണി. ബീഫല്ല, ചിക്കനാണ്. ചിക്കൻ ബിരിയാണി. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് കഴിച്ച പൊറാട്ടയും ബീഫ് കറിയും മന്തിയും എല്ലാം ഉഷാറായിരുന്നു. ഇതും കൂടി നോക്കി നോക്കാം എങ്ങനെയുണ്ട്. എന്താണെടാ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല.
ചിക്കൻ നല്ല പൊരിച്ചിട്ടുള്ള മസാലയാണ്, സൂപ്പറാ. മോനാകാൻ മന്തി തിന്നിട്ടുള്ളൂ, വേറെ ഒന്നും തിന്നിട്ടില്ല. ഇവിടെ പൊറാട്ടയും പത്തിരി എല്ലാം ഉണ്ട്, ഒറ്റ മന്തി മാത്രം. മന്തി പിരാന്തനാ ഗൈസ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളത്. കാശിയൊക്കെ അവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക സ്റ്റേജിൽ നിന്ന്. കാണിച്ചുതരാം. അതാണ് പെണ്ണ് നമ്മളെ അടുത്ത് തന്നെ വള്ളിത്തോടാണ്. ഓക്കെ, റാഷിൻ്റെ ചെക്കന്മാർ കുറേ എണ്ണം ഉണ്ടായിന്, കുറേ എണ്ണം ഇപ്പം പോയി. ഇവിടെ ഉണ്ട് ഓഡിറ്റോറിയത്തിലൊക്കെ. അതാണ് റാഷിദ്. ആളിപ്പം എല്ലാം കൂടി രാജകുമാരനെ പോലെ ആയിന്. ഓക്കെ ഗൈസ്, ഇനി കുറച്ച് ചെറിയ കുട്ടികളുടെ കലാപരിപാടികൾ ആകാം. ഗൈസ്, അങ്ങനെ കുട്ടികളെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കലാപരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം മാലിടൽ ചടങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കാണും. റാഷി, ഞാൻ പോവാട്ടാ. അങ്ങനെ ഗൈസ്, വിദൂരതയിൽ നമ്മുടെ റാഷിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരാളുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, എപ്പോഴാണ് കല്യാണോ? ആയിക്കോട്ടെ, എപ്പോഴാണ്? ചോറായാലോ? ഈ അടുത്തുണ്ടാവുക? ചോറല്ല, വല്ലതും നടക്കുവോ? ഉണ്ടാവുക? മൂപ്പൊരാൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഈ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, റാഷിദിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. സഫാൻ, ഈ ഒരു അവസരത്തിൽ നിനക്കെന്താണ് പറയാനുള്ളത്? സഫാൻ ഒന്നും പറയാനില്ല. ഇനി എപ്പോഴാ പോകുന്നേ? നാളെ സഫാൻ അങ്ങനെ ബാംഗ്ലൂരിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. റാഷിന്റെ കല്യാണം കൊണ്ടിട്ട് മാത്രം വന്നാലേ. ഓക്കെ, ഇതെല്ലാരും പോയി, ഓഡിറ്റോറിയൊക്കെ കാലിയായി. ഇതാ അവിടെ റാഷിദും എന്താ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ നടക്കുകയാണ്. കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ്, കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളി കോണ്ടന്റും പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇതൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് വീഡിയോ ഇടണമെന്ന്. ഇവിടെ വന്നപ്പോൾ ഒരു ചമ്മലും പരിപാടിയൊക്കെ ഉണ്ടായും. പിന്നെ വിചാരിച്ച എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ആവൂലേ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. बye. सारी दुनिया के तेरा ही नाम है, बोले दी ज़बान। तू ही दिल, तू ही मेरी राह, कोई नहीं है तेरे तो बिना। वे हानिया वे दिल जानिया।